നിങ്ങൾ ഒരാഴ്ച നോർത്ത് കൊറിയയിൽ ഒരു സാധാരണ പൗരനായി ജീവിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഡേ 1 പ്യോങ്യാങ്. രാവിലെ നിങ്ങൾ കണ്ണു തുറക്കുന്നത് അലാറം ശബ്ദം കേട്ടല്ല, നഗരത്തിലുടനീളം മുഴങ്ങുന്ന ദേശീയ ഗാനം കേട്ടാണ്. അത് നിങ്ങളുടെ അലാറമല്ല, സർക്കാരിൻ്റെ അലാറം. മതിലിൽ കിം ജോങ് ഉന്നിൻ്റെ ചിത്രം നിങ്ങളെ നോക്കി നിൽക്കും. ഓരോ വീട്ടിലും അതുണ്ട്. അത് നീക്കം ചെയ്യുന്നത് ഒരു വലിയ കുറ്റമാണ്. ഡേ 2 നിങ്ങളുടെ ജോലി നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല, സർക്കാർ തന്നത്. ഭരണത്തോടുള്ള നിങ്ങളുടെ വിശ്വസ്തതയാണ് നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത്. തെറ്റായ സോഷ്യൽ ക്ലാസ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അവസരമില്ല, ഭാവിയില്ല. ഡേ 3 ഭക്ഷണം. ഭാഗ്യമുണ്ടെങ്കിൽ അരിയും കിംജിയും. സ്വന്തം രാജ്യത്തിനുള്ളിൽ പോലും നിങ്ങൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു നഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ പേപ്പർ അനുമതി വേണം. ഡേ 4 ഓഫീസിൽ ഒരാൾ നേതാവിനെക്കുറിച്ച് ചെറുതായി ഒരു തമാശ പറയുന്നു. നിങ്ങൾ കേട്ടില്ലെന്ന് നടിക്കുന്നു. അവനെതിരെ റിപ്പോർട്ട് ചെയ്താൽ അവൻ്റെ കുടുംബം മുഴുവൻ കാണാതാവും. റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ നിങ്ങളും അതുപോലെ അപകടത്തിൽപ്പെടാം. അതുകൊണ്ട് നിങ്ങൾ ഒന്നും കേൾക്കാത്തവനായി നേരെ മുന്നോട്ട് നോക്കും. ഡേ 5 ഇന്റർനെറ്റ് ഇല്ല. സർക്കാർ നിയന്ത്രിക്കുന്ന നെറ്റ് മാത്രം. അവർ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ലോകം മാത്രം നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളുണ്ടെന്ന് പോലും അറിയില്ല. ഡേ 6 നിങ്ങളുടെ ബിൽഡിങ്ങിലെ ഒരാളെ രാത്രി കൊണ്ടുപോകുന്നു. എന്തിന് എന്നാരും പറയില്ല. കേസില്ല, വിചാരണയില്ല. നിങ്ങൾ വാതിലടച്ച് മിണ്ടാതെയിരിക്കുന്നു. ഡേ 7 കൂടിയാലോചന. ആയിരക്കണക്കിന് ആളുകൾ നേതാവിന് വേണ്ടി കരയുന്നു. ചിലർ സത്യത്തിൽ കരയുന്നു. എന്നാൽ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം നടിക്കുന്നവരല്ല, സത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഏകദേശം 26 മില്യൺ ആളുകൾ ഓരോ ദിവസവും ഇങ്ങനെ ജീവിക്കുന്നു. ഇപ്പോൾ തന്നെ ഏകദേശം 100,000 പേർ ജയിലുകളിലുണ്ട്. ചിലർ ചെയ്തത് ഒരു വിദേശ സിനിമ കണ്ടതുപോലുള്ള കാര്യങ്ങൾ മാത്രം. അവർക്ക് യഥാർത്ഥ ലോകം എങ്ങനെയെന്ന് ഒരിക്കലും അറിയാൻ പോലും കഴിയില്ല.